ധിക്കാരവും തന്നിഷ്ടവും താൻ പോരുമയുമൊക്കെ മറ്റേതു കാലത്തെക്കാളും ഇന്ന് വളർന്നു നിൽക്കുന്നത് കാണാം. തിന്മയുടെ, അശുദ്ധിയുടെ അതിപ്രസരത്തിന്റെ വ്യക്തമായ സൂചനകളാണത്. വിശുദ്ധ യോസേപ്പിൽ നിറഞ്ഞു നിന്ന നന്മയുടെയും വിശുദ്ധിയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും ലക്ഷണമായിരുന്നു അദ്ദേഹത്തിൽ നാം കാണുന്ന അനുസരണം. ദൈവഹിതം വെളിപ്പെട്ടപ്പോഴെല്ലാം എത്ര ദുഷ്കരമാണെങ്കിലും മടി കാണിക്കാതെ, ചോദ്യം ചെയ്യാതെ, എളിമയോടെ അക്ഷരം പ്രതി അനുസരിച്ചവനാണ് മാർ യോസേപ്പ്. ഗർഭിണിയായ മറിയത്തെയും കൂട്ടിയുള്ള ജെറുസലേം യാത്ര അധികാരികളോടുള്ള അനുസരണമായിരുന്നു. അനുസരണം കുറയുമ്പോൾ അശുദ്ധി വർദ്ധിക്കുന്നു. അശുദ്ധി വർദ്ധിക്കുമ്പോൾ തിന്മ പെരുകുന്നു. തിന്മ പെരുകുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. ദൈവ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ ജീവിതം ദുസ്സഹമാകും. മാർ യോസേപ്പിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമേറിയ മാർ യോസേപ്പേ, ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ. മഹത്വമേറിയ മാർ യോസേപ്പേ, ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ. മഹത്വമേറിയ മാർ യോസേപ്പേ, ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിച്ചു തരികയും ചെയ്യണമേ.